മീനുപ്രാവും കുരങ്ങ് അമ്മാവനും. ഇന്ന് മീനുപ്രാവ് സന്തോഷത്തിലായിരുന്നു. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മുട്ട വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ വന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന പക്ഷികൾ, മൃഗങ്ങളും എല്ലാവരും വന്ന് മീനുപ്രാവിനെ പുകഴ്ത്തി ആ കുഞ്ഞുങ്ങളെ താലോലിച്ചിട്ട് പോയി. മീനു അവർക്ക് 2 പേർക്കും ചിങ്കു മിങ്കു എന്ന് പേരിട്ടു. ഒരിക്കൽ മീനു 2 പേരോടും പറഞ്ഞു, ചിങ്കു മിങ്കു, നിങ്ങളുടെ ഫേവററ്റ് ആപ്പിൾ കൊണ്ടുവരാനായി ഞാൻ വെളിയിലേക്ക് പോകുന്നു. കൂട്ടിൽ നിന്നും വെളിയിലേക്ക് പോകാൻ ശ്രമിക്കരുതേ, കേട്ടല്ലോ? ശരി അമ്മേ, ഞങ്ങൾ ഒരിടത്തേക്കും പോകില്ല. അപ്പോൾ മീനുപ്രാവ് അവിടെ നിന്നും പോയി. കുറച്ചു നേരത്തിനു ശേഷം മോണ്ടുകുരങ്ങ് അവരെ കണ്ടു. എടാ ചിങ്കു മിങ്കു, നിങ്ങളിന്നിവിടെ തനിച്ചാണല്ലോ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡായ ആപ്പിൾ എടുത്തുകൊണ്ട് വരാൻ പോയിരിക്കുക. അതുകൊണ്ടാ ഞങ്ങൾ 2 പേരും ഇവിടെ തനിച്ചായത്. മീനുപ്രാവ് ഗോൾഡ് തിരിച്ചു വന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കുരങ്ങങ്കിൾ, ആരാ ഈ ഗോൾഡി? ഗോൾഡി ഒരു പരുന്താണ്. അതിന് നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികളെ തിന്നുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഉറക്കെ വിളിച്ചോളൂ, ഞാൻ ഓടി വരാം. അങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് അവിടെ നിന്നും പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗോൾഡി അവിടേക്ക് വന്നു. ചിങ്കുവിനെയും മിങ്കുവിനെയും കണ്ടപ്പോൾ അത് അടുത്തേക്ക് പോയി അവരെ തിന്നാനുള്ള ആഗ്രഹത്തോടെ നോക്കി നിന്നു. ആ കൊള്ളാമല്ലോ, ഇന്ന് നമുക്ക് പറ്റിയ വേട്ട കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ തീറ്റ വളരെ ഇളം തീറ്റയാണല്ലോ. ആദ്യം ഏതിന് തിന്നണം, ലെഫ്റ്റോ റൈറ്റോ? ഇത് കണ്ട 2 കുഞ്ഞുങ്ങളും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കുരങ്ങങ്കിൾ വരൂ, വേഗം വരൂ, ഗോൾഡി ഞങ്ങളെ തിന്നാൻ പോകുന്നു. ആ ശബ്ദം കേട്ട് മോണ്ടു വളരെ വെപ്രാളത്തോടെ അവിടെ നിന്നും വേഗം ചാടി ചാടി വന്നു. ഗോൾഡി അവരെ തിന്നാനായി പോയി. അതിനുള്ളിൽ ഇടയ്ക്ക് മോണ്ടു വന്നു നിന്നു. ഗോൾഡി, കുഞ്ഞു കുട്ടികളെ നീ ഒന്നും ചെയ്യരുത്, ഇവിടെ നിന്നും പോകൂ. ഇന്ന് ഈ കുരങ്ങു നിങ്ങളെ രക്ഷിച്ചു. എന്നാൽ അടുത്ത തവണ നിങ്ങളെ 2 പേരെയും ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ അത് അവിടെ നിന്നും പോയി. കുറച്ചു നേരം കഴിഞ്ഞ് മീനുപ്രാവ് വീട്ടിലേക്ക് വന്നതും കുഞ്ഞുങ്ങൾ നടന്നതെല്ലാം പറഞ്ഞു. മോണ്ടു ചേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇന്ന് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ നഷ്ടമാകുമായിരുന്നു. അത് എന്റെ കടമയാണ് മീനു. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ആപത്ത് വന്നാൽ ഉറപ്പായും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. അത് കേട്ടു മോണ്ടു ചിരിച്ചു. ഒരു കുഞ്ഞു പക്ഷി അതിന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പോകുന്നെന്ന്. ശരി, ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ സൂക്ഷിക്കണം. കുറച്ചു ദിവസത്തിനു ശേഷം മോണ്ടുകുരങ്ങ് ഒരു മരച്ചില്ലയിലിരുന്ന് വാഴപ്പഴം തിന്നുകയായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ ഒരു ബുള്ളറ്റ് പറന്നു വന്ന് അതിന്റെ കാലിൽ കയറി താഴെ വീണു. എന്റെ കാല്. മോണ്ടു കരയുന്നത് കേട്ട് എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടേക്ക് വന്നു. കൂടെ തന്നെ മീനുവും ചിങ്കുവും മിങ്കുവും അവിടേക്ക് വന്നു. കുരങ്ങങ്കിൾ, നിങ്ങൾക്ക് വെടിയേറ്റു. അങ്ങനെയാണെങ്കിൽ വേട്ടക്കാരൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു, വേട്ടക്കാരൻ അതുവഴി വരുന്നത്. എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് ഓടിപ്പോയി. മീനുപ്രാവും തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം മരച്ചില്ലയിൽ പോയിരുന്നു. എന്താ ഇത്? ഈ കുരങ്ങനാണല്ലോ വെടിയേറ്റത്. ശരി, കുഴപ്പമില്ല, ഇതിന് സർക്കസ് ടീമിന് കൊടുത്തേക്കാം. അയാൾ മോണ്ടുവിന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി പരിക്കേറ്റ സ്ഥലത്ത് മരുന്നും വച്ച് അതിനെ അവിടെ തന്നെ കെട്ടിയിട്ടിട്ട് പോയി. മോണ്ടുവിന് പരിക്കേറ്റതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. മീനുപ്രാവും അതിന്റെ കുഞ്ഞുങ്ങളും മരച്ചില്ലയിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരിക്കൽ മോണ്ടു ചേട്ടനാണ് നിങ്ങളുടെ 2 പേരുടെയും ജീവൻ രക്ഷിച്ചത്. ഇനി നമ്മുടെ ഊഴമാ. എന്നാൽ ചേട്ടനെ എങ്ങനെ രക്ഷിക്കും? എനിക്ക് നല്ല പേടിയുണ്ട്. കുരങ്ങങ്കിളിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വേട്ടക്കാരൻ നഗരത്തിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ഈ കാട്ടിൽ വന്ന് ഫ്രഷ് മീനിനെ പിടിച്ച് തിന്നുന്നത് ഒരു സുഖം തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് അവൻ ബോക്സിൽ നിന്നും മീനെടുത്ത് അത് ചുട്ടെടുക്കാൻ വേണ്ടി തീയിലേക്ക് വച്ചു. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിങ്ങൾ 2 പേരും പോയി ഉടനെ ആ കാണ്ടാമൃഗത്തെ കൊണ്ടുവാ. ഞാൻ പോയി പൂച്ചയെ കൊണ്ടുവരാം. അങ്ങനെ എല്ലാവരും അവിടെ നിന്നും പറന്നുപോയി. കുട്ടികൾ 2 പേരും കാണ്ടാമൃഗത്തിന്റെ അടുത്ത് വന്ന് നടന്നതെല്ലാം പറഞ്ഞ് അവരോടൊപ്പം വരാൻ വേണ്ടി വിളിച്ചു.
മറ്റൊരു വശത്ത് മീനുപ്രാവും ആ പൂച്ചയുടെ അടുത്തേക്ക് പോയി. ഇവിടെ നോക്കു പൂച്ചേ, ഇന്ന് നീ എന്നെ സഹായിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട മീന് ഇന്ന് നിനക്ക് കഴിക്കാം. എന്താ പറഞ്ഞേ? മീനോ? എവിടെയാ ഉള്ളത് മീന്? വേഗം പറ. എന്റെ കൂടെ വാ, നിനക്ക് ചുട്ടെടുത്ത മീന് കിട്ടും. അത് കേട്ടതും പൂച്ചയുടെ വായിൽ കപ്പലോടാൻ തുടങ്ങി. അത് ഉടനെ അവിടെ നിന്നും പോയി. മറുവശത്ത് ചിങ്കുവും മെങ്കുവും കാണ്ടാമൃഗത്തെയും മറുവശത്ത് മീനുപ്രാവ് ഒരു പൂച്ചയും കൂട്ടിക്കൊണ്ട് എല്ലാവരും അതേ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. മീനു പറഞ്ഞ ആ മണം എന്റെ മൂക്കിലടിച്ചു. ഇനി നീ ക്ഷമിച്ചിരിക്കണ്ട പൂച്ചേ, വേഗത്തിൽ പോയി ആ മീനുമെടുത്ത് അതാ ആ ഗുഹയിലേക്ക് പൊയ്ക്കോ. അപ്പോൾ ആ വേട്ടക്കാരൻ നിന്നെ ഓടിച്ചു കൊണ്ടുവരും. അതിനുള്ളിൽ ഞങ്ങൾ കുരങ്ങിനെ രക്ഷിക്കാം. ശരി. അങ്ങനെ പറഞ്ഞ് പൂച്ച അവിടെ നിന്നും ഓടിപ്പോയി. അയാളുടെ മുൻപിൽ പോയി നിന്ന് ആ മീനും വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. നിനക്ക് ഇത്രയും ധൈര്യമോ? നിൽക്ക്. ആ വേട്ടക്കാരൻ പൂച്ചയുടെ പിന്നാലെ ഓടിപ്പോയി. അപ്പോൾ എല്ലാ മൃഗങ്ങളും മോണ്ടുകുരങ്ങന്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം ആ കാണ്ടാമൃഗം അതിന്റെ കൊമ്പ് കൊണ്ട് അവിടെ കുത്തിവെച്ചിരുന്ന മറ്റൊരു കൊമ്പെടുക്കാൻ നോക്കി. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. എന്നാലും എങ്ങനെയോ കഷ്ടപ്പെട്ട് അത് വെളിയിലേക്ക് എടുത്തു. ഉടനെ മോണ്ടുവിനോട് നിന്റെ പുറത്തു കയറിയിരിക്കാൻ പറ. കാണ്ടാമൃഗം മോണ്ടുവിനെ അതിന്റെ പുറത്തു കയറ്റിയിരുത്തി എല്ലാവരും അവിടെ നിന്നും ഓടിപ്പോയി. മറുവശത്ത് ആ ഗുഹയുടെ വാതിൽ വരെ ആ വേട്ടക്കാരൻ പോയി. പിന്നെ അവിടെ നിന്നു. ആ ഗുഹയ്ക്കകത്ത് വലിയ മൃഗങ്ങളൊക്കെ കാണും. അകത്തേക്ക് പോകുന്നത് ആപത്താണ്. ഇങ്ങനെ ചിന്തിച്ച് അവൻ അവന്റെ ടെന്റിന്റെ അടുത്തേക്ക് പോയി. ആഹാ, ഇന്നെനിക്ക് ചുട്ട മീൻ കിട്ടി. അങ്ങനെ പറഞ്ഞ് ആ മീൻ അത് തിന്നു. നിനക്ക് ഒരുപാട് നന്ദി മീനുപ്രാവേ. നീ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഉള്ളത്. അല്ലെങ്കിൽ എനിക്ക് തനിയെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ ചേട്ടാ, നിങ്ങൾക്കൊരാപത്ത് വന്നാൽ ഞങ്ങൾ രക്ഷിക്കാൻ വരുമെന്ന്. അതിനുശേഷം എല്ലാ മൃഗങ്ങളും നദിയുടെ അടുത്തേക്ക് പോയി. കുറച്ചു സമയം അവർ എല്ലാവരും സന്തോഷിച്ചു. ആ വേട്ടക്കാരൻ ടെന്റിന്റെ അടുത്തേക്ക് വന്നതും അവിടെ ആ കുരങ്ങില്ലാത്തത് കണ്ട് അവൻ ഷോക്കായി. കാട്ടുമൃഗങ്ങളൊക്കെ ചേർന്ന് എന്നെ പറ്റിച്ചു.